സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം ശ്രീനാരായണപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംപൂജ്യ ശാരദാനന്ദ സ്വാമികൾ, ബഹുമാനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ വിനോദ് മാസ്റ്റർ, മറ്റുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ലോകമൊരു മഹാമാരിയെ നേരിടുന്നു. അഖില ഭാരതത്തിലും ഒരു പുണ്യവ്രതം അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ് ഈ നവരാത്രി. ഇന്ന് നവരാത്രി പുണ്യകാലത്തിലെ 7ാം ദിനമാണ്. ഈ സുദിനത്തിൽ ഒരുപാട് സജ്ജനങ്ങളെ ഈ ഒരു ഉപാധിയിലൂടെ അറിയുവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഈ ഉത്സവത്തിനോടനുബന്ധമായ ധാർമ്മികമായ കുറച്ച് വിഷയങ്ങൾ ഈ ഉപാധിയിലൂടെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ സാധിക്കുന്നത് ഗുരുദേവന്റെ അനുഗ്രഹമെന്ന് ഞാൻ കരുതുകയാണ്. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി സനാതനധർമ്മ പ്രകാരം മാനവരാശിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ചതുർവിധ പുരുഷാർത്ഥ പ്രാപ്തിയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. യതഃ അഭ്യുദയ നിശ്രേയസ സിദ്ധിഹി സഹ ധർമ്മ. സുസ്ഥിരമായ നിലനിൽപ്പിന് നാം അനുഷ്ഠിക്കേണ്ടുന്ന ചര്യ, അതിലൂടെ നമുക്ക് ശ്രേയസ്സും നിശ്രേയസ്സും കൈവരിക്കുവാൻ സാധിക്കും. ധർമ്മ അവിരോധേന അർത്ഥാർജനം. ധർമ്മത്തിന് വിരോധമല്ലാത്ത രീതിയിൽ അർത്ഥത്തെ സമ്പാദിക്കണം. ധർമ്മ അവിരോധേന കാമാർജനം. ധർമ്മത്തിന് വിരോധമല്ലാത്ത രീതിയിൽ ആഗ്രഹങ്ങളെ സാധിക്കണം. അന്തിമത്തിൽ നിരതിശയമായ സുഖപ്രാപ്തിയെ സംഭവിക്കുന്നു, മോക്ഷപ്രാപ്തി ഉണ്ടാവണം. ഈ പുരുഷാർത്ഥങ്ങളെ ആത്യന്തികമായി നേടിയെടുക്കലാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന സന്ദേശം. ഇതിലേക്കായിട്ട് നിരവധി മാർഗങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൽ സുപ്രധാനമാണ് അഷ്ടാംഗ യോഗങ്ങൾ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവ. അതിൽ യമം എന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. നിയമം ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. അതിൽ ഈശ്വര പ്രണിധാനം എന്ന ഒന്ന് ഈശ്വര ഉപാസന ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വര ഉപാസനയ്ക്ക് യുഗധർമ്മം അനുസരിച്ച് നമ്മുടെ ഋഷീശ്വരന്മാര് അതിന്റെ പദ്ധതികളെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൃതൗ സൃത്യുക്താചാരഃ ത്രേതായാം സ്മൃതി സംഭവ ദ്വാപരേതു പുരാണോക്ത കലൗ ആഗമസമ്മത. കൃതയുഗത്തിലെ നിർഗുണ നിരാകാരമായ ഈശ്വരോപാസനയാണ് ചെയ്യേണ്ടത്. ത്രേതായുഗം വന്നപ്പോൾ സഗുണ നിരാകാരമായ യാഗാദി കർമ്മങ്ങളും, ദ്വാപരയുഗത്തിൽ പുരാണ പ്രതിപാദ്യമായ ഉപാസന സമ്പ്രദായങ്ങളും, കലവും ആഗമസമ്മത. കലിയുഗത്തിലായപ്പോൾ തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള ആരാധനയ്ക്കാണ് പ്രസക്തി എന്ന് ഗുരുക്കന്മാർ കൽപ്പിച്ചു. ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് മഹത്തായിരിക്കുന്ന ഒരു ഉപാസന ശാസ്ത്രമാണ്.
സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഐഹികവും ആമുഷ്മികവുമായ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിലേക്ക് നിലകൊള്ളുന്ന സുലളിതമായ സുഖകരമായ ഈശ്വര ഉപാസന പദ്ധതികളെ പ്രദാനം ചെയ്യുന്ന മഹത്തരമായ ശാസ്ത്രമാണ്. വാമകേശ്വര തന്ത്രത്തില് ഈ ശാസ്ത്ര ഉദ്ദേശം തന്നെ പറയുന്നത് വ്രാത്യാനാം ദ്വിജബന്ധൂനാം വേദേഷു അനധികാരിണാം തേഷാം ഉദ്ധരണാർത്ഥായ ശിവേനൈതൽ കൃതം പുര എന്നാണ്. സാധാരണക്കാരുടെ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്കും ഐശ്വര്യപ്രാപ്തിക്കും വേണ്ടി ഭഗവാൻ ശ്രീ പരമേശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതാണ് ഈ മഹത്തായ ശാസ്ത്രം. അപ്പൊ ഇതിന്റെ സാമാന്യമായിരിക്കുന്ന ഒരു അന്തസത്ത് എന്ന് പറയുന്നത് ഉപാസനയാണ്. ഈ ഉപാസനതിനെ കുറിച്ച് അധികം വിസ്തരിക്കുന്നില്ലെങ്കിലും സാമാന്യമായ പരിചയം നൽകാം. ഈ ശാസ്ത്രം അനുസരിച്ച് പരമപദപ്രാപ്തി എന്ന് പറയുന്നത് ശിവപദപ്രാപ്തിയാണ്. പ്രപഞ്ച സൃഷ്ടി തന്നെ ഈ ശാസ്ത്രപ്രകാരം നിർഗുണ നിരാകാരമായിരിക്കും. ഉപനിഷത്തിൽ പറയും സ ഏകോ അകാമയത പ്രജാഹ സൃജയേതി. ആ ഒന്നായതിന് പലതായി തീരണമെന്ന് ആഗ്രഹം, ഇച്ഛാമാത്രം. ആ സമയത്ത് അതിൽ നിന്നും ആദ്യവുമായൊരു സ്പന്ദനം ഉണ്ടാകുന്നു. ആ സ്പന്ദനത്തിൽ നിന്നും ആ ശക്തിയുടെ വിശേഷം പ്രണവ മന്ത്രം ഉണ്ടാകുകയും അതിൽ നിന്ന് തസ്മാത് ഏതസ്മാത് ആകാശഃ സംഭൂതഃ ആകാശാത് വായു വായോരഗ്നി അഗ്നിരാപഃ ആപ പൃഥിവി, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ പ്രപഞ്ചം പരിണതിയായി സംഭവിച്ചു എന്നാണ് വേദാന്തത്തിലും ഈ ശാസ്ത്രത്തിലൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. അവിടെ ഈ ശിവനിൽ ശക്തിയുടെ സ്ഫുരണത്തോണ്ടാണ് ഇതുണ്ടായതെന്നാണ്. അതുകൊണ്ട് പറയുന്നു ശിവശക്ത്യാത്മകം വിദ്ധി ജഗതേത ചരാചരം. കവികുലുഗുരുവായ കാളിദാസ മഹാകവിയും വാഗർത്താവിവ സംപൃക്തൗ വാഗർത്ത പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ, ഈ ജഗത്തിന്റെ അച്ഛനും അമ്മയുമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആദ്യവുമായ സ്പന്ദനമാണ് ദേവി പരാശക്തി. ആ പരാശക്തിയുടെ പരിണതിയാണ് ഈ കാണുന്ന പ്രപഞ്ചം. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് ദേവിക്ക് പേര്. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ സൃഷ്ടിയിലൂടെ സംഭവിച്ചു എന്നാണ്. ഇതാണ് മധുര മനോഹരമായി ഈ സൃഷ്ടിക്രമത്തിനെ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ജനനീ നവരത്ന മഞ്ജരിയിലൂടെ അവതരിപ്പിച്ചത്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖകം താനായതും ധരനദീ നാരയും നരനുമാനാകവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ആ ദേവി സ്വരൂപത്തിനെ പരാശക്തി എന്ന് പറയുന്നു. ആ പ്രപഞ്ചത്തിലെല്ലാം ഉൾക്കൊള്ളുന്നതായ മനുഷ്യ ശരീരം, ബ്രഹ്മാണ്ടത്തിലെ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യ ശരീരത്തിന് സംസ്കൃതത്തിൽ പിണ്ടാണ്ടം എന്ന് പറയും. അപ്പോൾ ആ പ്രപഞ്ചശക്തി ഈ പിണ്ടാണ്ടത്തിൽ വരുമ്പോൾ ഇതിനെ കുണ്ടലിനി ശക്തി എന്ന് യോഗയിലും തന്ത്രത്തിലൊക്കെ പറയും. ആ കുണ്ടലിനി ശക്തി നമ്മൾ ഉപാസന ചെയ്തിട്ടാണ് ഇതിനെ ഉയർത്തി ഐശ്വര്യങ്ങളെ നേടിയെടുക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തില് 3 പ്രകാരത്തിൽ ശരീരം എന്ന് പറയും. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ആ സൂക്ഷ്മ ശരീരത്തില് ക്രമമായി അടിയിൽ നിന്നും മുകളിലോട്ട് 6 ആധാര ചക്രങ്ങളെ പറയുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. അന്തിമത്തിൽ സഹസ്രാരം എന്ന സ്ഥലമാണ്. കുണ്ഠിതമായ ശക്തി താഴെയും സഹസ്രാരത്തിൽ പരമശിവ പദവുമാണ്. ഈ ഉപാസന ചെയ്യുമ്പോൾ ഈ ശക്തിയെ ഉയർത്തി ഉണർത്തി ആധാരങ്ങളെ ഭേദിച്ച് ശിവനിലേക്ക് ചേർക്കുകയാണ് ആത്യന്തികമായിരിക്കുന്ന
സാധനയുടെ ലക്ഷ്യം. ഇതാണ് മനോഹരമായിട്ട് എഴുത്തച്ഛൻ പാടിയിട്ടുള്ളത്. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെയാറു പടിയുണ്ട്, പടിയാറും കടന്നങ്ങവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ 6 പടികൾ എന്ന് പറയുന്നത് ഈ ആധാര ചക്രങ്ങളാണ്. ഇതാണ് വളരെ മധുര മനോഹരമായി ശ്രീനാരായണ ഗുരുദേവൻ കുണ്ടലിനി പാട്ടിലൂടെ നമുക്ക് പ്രദാനം ചെയ്തത്. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ, തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ. തിങ്കളും കൊന്നയും ചൂടുന്ന ഈശൻ ശിവൻ. ഈ ശക്തിയെ ശിവനിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് തന്ത്രശാസ്ത്രത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ തന്നെ എല്ലാം അനുഷ്ഠിക്കുവാൻ സാധ്യമാകുമോ എന്നുള്ളത് സംശയമാണ്. ഇവിടെ അഭിരുചിക്കനുസരിച്ച് ഈ ഉപാസന സമ്പ്രദായങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സാധകന് അഥവാ ഭക്തനുണ്ട്. അത് ഗുരു സമീപത്തു നിന്നും ഭക്തി ശ്രദ്ധാപുരസരം ഗുരുപദേശം മന്ത്രദീക്ഷ സ്വീകരിച്ച് ഗുരു നിശ്ചയിക്കുന്ന അത്രയും ആ മന്ത്രത്തെ ജപ ഹോമ തർപ്പണ ഇത്യാദികളാകുന്ന ക്രിയകളിലൂടെ ജപിച്ച് സിദ്ധി വരുത്തി ഈ സാധകന് അതിലൂടെ ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധി, അന്തിമത്തിൽ മോക്ഷവും സിദ്ധിക്കുന്നു. ഇതാണ് ഉപാസനയുടെ വഴി തന്ത്രത്തിലുള്ളത്. ഇങ്ങനെയുള്ള ഉപാസനാ വഴികളിൽ എള്ളിൽ എണ്ണ എന്ന പോലെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വര ചൈതന്യത്തിനെ വിവിധമായ മാർഗങ്ങളിലൂടെ ഉപാസിക്കാൻ ഗുരുക്കന്മാർ പ്രദാനം ചെയ്തു. അതാണ് ഷാൺമതങ്ങൾ. സൗരം, ഗാണപത്യം, കൗമാരം, ശൈവം, വൈഷ്ണവം, ശാക്തേയം. ഇതാണ് 6 സമ്പ്രദായങ്ങൾ. സൗരം, സൂര്യോപാസന ചെയ്യുക. ഗായത്രി മുതലായ മന്ത്രങ്ങളെ കൊണ്ട് സൂര്യനെ ഉപാസിക്കുന്നതാണ് സൗരം. ദക്ഷിണ കേരളത്തിലൊക്കെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ ഗാണപത്യം, ഗണപതിയെ ഉപാസിക്കുക. ഞാൻ ഉപാസനകളുടെ ചൈത്യകളിലേക്ക് അധികം കടക്കുന്നില്ല, അതിനൊരുപാട് സമയം വേണ്ടിവരും. മറ്റൊരു ഉപാസനയാണ് കൗമാരം, സുബ്രഹ്മണ്യനെ ഉപാസിക്കുക. മറ്റൊരു ഉപാസന സമ്പ്രദായമാണ് ശൈവം, ശൈവോപാസന ചെയ്യുക. വൈഷ്ണവം, ശൈവോപാസന ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിവനെ ഉപാസിക്കുക. അതിന് ഏറ്റവും മുഖ്യമായ മന്ത്രം ശിവപഞ്ചാക്ഷര മന്ത്രമാണ്. അതിനപ്പുറത്തേക്കില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെ ശിവ ശിവ നിൻ തിരുനാമതോർത്തുകൊണ്ടാൽ എവിടെയും ഒന്നും അതിനു തുല്യമില്ല. ഇതു പലതും ഉള്ളിലറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. ഈ മന്ത്രം 2 നേരവും ജപിക്കാൻ സാധിച്ചാൽ പുണ്യമാണ്. ദുരിതങ്ങൾ നശിക്കും, ഐശ്വര്യങ്ങൾ ഉണ്ടാവും. രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവും. മറ്റൊരു മന്ത്രമാണ് ഓ നമോ നാരായണായ, വൈഷ്ണവാണ്. വേദത്തിൽ പറയും ഓ നമോ നാരായണായേതി മന്ത്രോപാസക വൈകുണ്ഠ ഭുവനലോകം ഗമിഷ്യതി. ഈ മന്ത്രം ജപിക്കാം. ഇത് വൈഷ്ണവം. ഇനി മറ്റൊരു ഉപാസന സമ്പ്രദായമാണ് ശാക്തേയം. ശക്ക് എന്ന ധാതുവിൽ നിന്നാണ് ശാക്തം എന്ന പദമുണ്ടായത്. ഇതിനർത്ഥം ഉപാസന ചെയ്യുന്നവരെ ഉയർത്തുന്നവൾ എന്നാണ്. ആ ശക്തിയുടെ ഉപാസനയുടെ പ്രാധാന്യം വളരെ മഹത്തരമാണ്. അങ്ങനെ ഈ ദേവതയ്ക്കൊക്കെ ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് ഏതൊരു ദേവത ഉപാസിച്ചാലും ഒരേ ഒരു പരമശിവ പദപ്രാപ്തിയാണ് സംഭവിക്കുന്നത്. എപ്രകാരം? ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തു നിന്നും പതിക്കുന്ന ജലത്തുള്ളികൾ എപ്രകാരമാണോ നീർച്ചാലുകളിലൂടെ
നദികളിലൂടെ അന്തിമത്തിൽ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. അതേപോലെ ഗുരുപദേശം അനുസരിച്ച് ഭക്തി ശ്രദ്ധാപുരസരം ഏതൊരു ഉപാസനയെ അവലംബിച്ചാലും അന്തിമത്തിൽ ഒരേ ഒരു പരബ്രഹ്മ പ്രാപ്തി അഥവാ പരമശിവ പദപ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദേവതാ ആരാധനയിൽ ഓരോ ദേവതയ്ക്കും വാർഷികമായി വിശേഷ ആരാധന ദിവസങ്ങൾ ഋഷിമാർ കൽപ്പിച്ചിട്ടുണ്ട്. സൗരോപാസനയ്ക്ക് മേടമാസം 10-ാം തീയതി 10-ാം ഉദയം എന്ന ദിവസത്തിൽ ദക്ഷിണ കേരളത്തിലൊക്കെ സൂര്യപൂജ വളരെ വിശേഷമായി ആചരിക്കുന്നു. ഗാണപത്യം ഗണപതി ഉപാസനയ്ക്ക് വാർഷികമായി വരുന്ന വിനായക ചതുർത്ഥി വളരെ വിശേഷമായ ദിവസമാണ്. അന്ന് ഗണപതിയുടെ ദിവസമാണ്. ഗണപതി ഉപാസന ചെയ്യുന്നു, വിപുലമായ രീതിയിൽ അത് അനുഷ്ഠിക്കുന്നു. അതേപോലെ മറ്റൊരു ഉപാസനയാണ് കൗമാരം, സുബ്രഹ്മണ്യ ഉപാസന. വാർഷികമായി വരുന്ന സുബ്രഹ്മണ്യ ഉപാസന വിശേഷമായ ദിവസമാണ് തുലാമാസത്തിലെ വെളുത്ത ഷഷ്ടി, സ്കന്ദഷഷ്ടി എന്ന് പറയുന്നത്. മറ്റൊരു ഉപാസന ശൈവമാണ്. ഈ ശൈവോപാസനയ്ക്ക് വാർഷികമായി വരുന്ന വിശേഷ ദിവസമാണ് മഹാശിവരാത്രി. അതേപോലെ വൈഷ്ണവ ഉപാസനയ്ക്ക് ജന്മാഷ്ടമി, അഷ്ടമി, രോഹിണി ദിനങ്ങൾ വൈഷ്ണവ ഉപാസന പ്രധാനങ്ങളാണ്. ഇതേപോലെ ദേവി ഉപാസനയ്ക്ക് ഏറ്റവും അതിപ്രാധാന്യത്തോടുകൂടി അഖില ഭാരതത്തിലും ആചരിച്ചു വരുന്ന വാർഷികമായി ആചരിക്കുന്ന പുണ്യദിനങ്ങളാണ് നവരാത്രി. നവരാത്രം എന്നാണ് പദം. ഈ നവരാത്രി പ്രഥമ തുടങ്ങി നവമി പിറ്റേ ദശമി വരെയുള്ള ദിവസങ്ങൾ ദേവി ഉപാസന പരങ്ങളാണ്. ഈ ഉപാസന നവോന്മേഷദായകമായ ദിനങ്ങളാണ്. സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ഈ വ്രതങ്ങൾ ആചരിക്കാം. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാം. ലളിതാ സഹസ്രനാമം ജപിക്കാം. സാധകന്മാരൊക്കെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള സാധകന്മാര് അവരവരുടെ ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് അതാത് സാധനാ കേന്ദ്രങ്ങളിൽ ഈ നവരാത്രി കാലഘട്ടത്തിൽ സാധനയെ ആചരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ദേവതയെ ദേവിയുടെ 9 സ്വരൂപങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. ദേവി സപ്തശതിയിൽ തന്നെ പറയുന്ന പ്രകാരമാണെങ്കിൽ പ്രഥമം ശൈലപുത്രീച്ച, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേ ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീ തഥാ സപ്തമം കാലരാത്രീതി, മഹാഗൗരീതി അഷ്ടമം, നവമം സിദ്ധിദാത്രീച്ച. ഇങ്ങനെ 9 ദുർഗാരൂപങ്ങൾ ആരാധിക്കുന്നു. മറ്റൊരു സമ്പ്രദായത്തില് 1-ാം ദിവസം കുമാരി, 2-ാം ദിവസം ത്രിമൂർത്തി സ്വരൂപി, 3-ാം ദിവസം കല്യാണി, 4-ാം ദിവസം രോഹിണി, 5-ാം ദിവസം കാളിക, 6-ാം ദിവസം ചണ്ഡികാദേവി, 7-ാം ദിവസം ശാംഭവി, 8-ാം ദിവസം ദുർഗ, 9-ാം ദിവസം സുഭദ്ര, ദശമി ദിവസം 10-ാമത്തെ ദിവസം മഹാത്രിപുര സുന്ദരി. ഇങ്ങനെ ആരാധന ചെയ്യുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. അഖില ഭാരതത്തിലും ഈ 10 ദിവസവും പുണ്യം തന്നെയാണ്. വിശേഷ ആരാധനകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വിശേഷമായി അവസാനത്തെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ ദിനങ്ങളിലാണ് വിശേഷമായി ആരാധന ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇവിടെ അറിവിനാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. ഗുരുദേവൻ തന്നെ ഈശ്വരൻ എന്ന് പ്രയോഗിക്കേണ്ട പല സ്ഥലത്തും അറിവ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ, അറിവിന് തുല്യമായി വേറൊന്നും പവിത്രമായിട്ട് വേറൊന്നില്ല എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്രാധാന്യത്വേന ഗ്രന്ഥപൂജയ്ക്കും വിദ്യാരംഭത്തിനുമാണ് കേരളത്തില് ഈ നവരാത്രി കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നത്. അത് ദുർഗാഷ്ടമി ദിവസം പൂജയ്ക്ക് വെക്കും. അത് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ളത് ക്ഷേത്രങ്ങളിലോ അഥവാ മറ്റു മഠങ്ങളിലോ മറ്റു കേന്ദ്രങ്ങളിലാണ് പതിവ്. പക്ഷേ
ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മറ്റു ക്ഷേത്രങ്ങളിലും മറ്റു സങ്കേതങ്ങളിലും കൊണ്ടുപോയി ഗ്രന്ഥപൂജ ചെയ്യുവാനോ കുട്ടികളെ എഴുത്തിനിരുത്തുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ ആചാരം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ സാധ്യമല്ല. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ അവസരം നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഈ അനുഷ്ഠാനത്തിൽ തുടരണം. ആചാര പ്രധാനമായി ആർഭാടരഹിതമായി നമുക്ക് ഈ വർഷത്തെ നവരാത്രി വിദ്യാരംഭം ഗ്രന്ഥപൂജയെല്ലാം സ്വഭവനങ്ങളിൽ തന്നെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള സാമാന്യ വിശദീകരണം നമുക്കിപ്പോൾ നൽകാം. ദുർഗാഷ്ടമി ദിവസം, അതായത് ഇപ്രാവശ്യം 2 ദിവസം നവമിയുണ്ട്. ഇന്ന് 7ാം ദിവസമാണ്. ഇന്ന് വൈകിട്ടാണ് പൂജയ്ക്ക് വെക്കേണ്ടത്. ദുർഗാഷ്ടമി ദിവസം എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ പൂജാമുറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ നവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ വീട്ടില് കുറച്ച് സ്ഥലം ശുദ്ധീകരിച്ച് ഒരു പൂജാസ്ഥാന മണ്ഡപം കൽപ്പിക്കണം. അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഗുരുവിന്റെ ഫോട്ടോ, ഗുരുക്കന്മാരുടെ കൂടി തന്നെ സരസ്വതിയുടെ വിശേഷമായ ചിത്രം വെച്ച് അതിലൊരു മാല ചാർത്തി ആ വിളക്കിന്റെ ചിത്രത്തിന്റെ 2 ഭാഗത്തും ഒരേ വിളക്ക് വയ്ക്കാൻ സാധിച്ചാൽ നല്ലതാണ്. അതിന് സമീപത്ത് നിലത്തല്ലാത്ത രീതിയിൽ പട്ടിലോ അഥവാ പലകപ്പുറത്തോ പൊതിഞ്ഞ് സുരക്ഷിതമായി പൂജിക്കാനുള്ള ഗ്രന്ഥം സമീപത്ത് വെച്ച് ഒരു ജലപാത്രത്തിൽ ഒരു വെള്ളമെടുത്ത് കുറച്ച് ചന്ദന അരച്ച് കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുവച്ച് ദേവിയുടെ വലത്തുഭാഗത്ത് വെച്ച് വിളക്കിൽ എണ്ണ ഒഴിച്ച് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് മറ്റേ വിളക്കിൽ അതേപോലെ ചെയ്ത് ദേവിയുടെ വലത്തേ ഭാഗിലെ വിളക്കിൽ ഗുരുക്കന്മാരെ സങ്കല്പിക്കുക. ആദി ഗുരു, ദക്ഷിണാമൂർത്തി തുടങ്ങി സ്വഗുരു, നമ്മുടെ ഓരോരുത്തരും ഗുരുപാരമ്പര്യം അനുസരിച്ച് സ്വഗുരു വരെയുള്ള ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കിന് പ്രാർത്ഥിച്ച് പുഷ്പാർച്ചന ചെയ്യുക. ഒരു ഗണപതി വെക്കുക, ഗണപതി നിവേദിക്കുക എന്നൊക്കെ ഒരു സമ്പ്രദായം കേരളത്തില് എന്തു ശുഭകാര്യം ആരംഭിക്കുമ്പോഴും ചെയ്യുന്നതാണ്. വിശേഷമായി പൂജ എന്നറിയില്ലെങ്കിൽ കൂടി കുറച്ച് മലരും പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളോ, കേരളീയ സമ്പ്രദായം അനുസരിച്ച് നാളികേര കൊത്തും നാളികേരപ്പൂളും ശർക്കരയും കദളിപ്പഴവുമാണ് ഗണപതിക്ക് നിവേദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്താണോ അവിടെ തരപ്പെടുന്നത്, അതായത് ഫലങ്ങളോ മറ്റു മലരോ പഴോ ശർക്കരയോ തുടങ്ങിയ വസ്തുക്കൾ ശുദ്ധമായത് ഗണപതി വിളക്കിന് സമീപത്ത് വെച്ച് പുഷ്പാർച്ചന ചെയ്ത് വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ എന്ന് പ്രാർത്ഥന ചെയ്യാം. അതിനുശേഷം ദേവിയുടെ മുൻപിൽ ഗ്രന്ഥം വെച്ചെടുത്ത് ഗ്രന്ഥത്തിൽ വെള്ളം കൊണ്ട് തെളിച്ച് അവിടെ സരസ്വതിയുടെ മൂലമന്ത്രം കൊണ്ട് ഗ്രന്ഥത്തിലാണ് പൂജിക്കുന്ന സങ്കല്പത്തിൽ താഴെ പുഷ്പം ഇടണം. ആ ഗ്രന്ഥത്തിൽ സങ്കല്പിച്ച് സരസ്വതി ദേവിയെ പൂജിക്കുക. മൂലമന്ത്രം അറിയാവുന്നവർ മൂലമന്ത്രം ചൊല്ലി പൂജിക്കാം. ഇല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ പാതാരബിന്ദങ്ങളിലേക്ക് പുഷ്പാർച്ചന ചെയ്യുക. എന്തെങ്കിലും ഒരു ആദ്യം ജലഗന്ധ പുഷ്പങ്ങൾ അർച്ചന ചെയ്ത് ദേവിയുടെ മുൻപിൽ എന്തെങ്കിലും നിവേദ്യ സ്ഥാനത്ത് ഒരു ഫലം സമർപ്പണം ചെയ്ത് അത് കഴിഞ്ഞാൽ യാവൽ ശക്തി സഹസ്രനാമത്തെ കൊണ്ടോ മൂലമന്ത്രത്തെ കൊണ്ടോ അർച്ചന ചെയ്ത് ഒരു കർപ്പൂരം കത്തിച്ച് ആരതി നടത്തുക. ഇത് വിസ്തരിച്ച് പൂജ പറഞ്ഞു തരാനൊന്നും ഈ ഉപാധിയിലൂടെ സാധ്യമല്ല. മാത്രമല്ല എല്ലാവരും അത് എത്ര കണ്ട് ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനായിരിക്കുന്ന ഭക്തന് ചെയ്യാവുന്ന സമർപ്പണ പൂജയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കർപ്പൂരം കത്തിച്ച് ഗ്രന്ഥത്തിനും ദേവിക്കും ഗുരുവിളക്കിനും ഗണപതി വിളക്കിനൊക്കെ ഒന്ന് ആരതി ചെയ്യുക. മണി ഉണ്ടെങ്കിൽ അടിക്കാം, അറിയാമെങ്കിൽ അടിക്കാം, ഇല്ലെങ്കിൽ മണി ഇല്ലാതെയും ആരതി ചെയ്ത് കർപ്പൂരം തൊഴുത് കഴിഞ്ഞാൽ ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥം പൂജയ്ക്ക് വെക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. ഇനിയുള്ള അടച്ചുപൂജ ദിനങ്ങളിൽ
3 നേരവും സരസ്വതിയെ പൂജിക്കണം. അത് ഏകോപചാര പൂജ മതി. വിളക്ക് വയ്ക്കുക, പുഷ്പാർച്ചന ചെയ്യുക, ഉണ്ടെങ്കിൽ ഒരു ഫലസമർപ്പണം ചെയ്യുക, കർപ്പൂരം ആരാധിക്കുക. ഇത്രയും ചെയ്താലും പൂജയായി. അങ്ങനെ നവമി ദിനങ്ങളിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ദശമ ദിവസം പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് പതിവ് പോലെ ദേവിയുടെ പൂജ നടത്തി വീട്ടിലെ എഴുത്തിനിരുത്താൻ കുട്ടികളുണ്ടെങ്കിൽ എഴുത്തിനിരുത്തണം. അപ്പൊ അത് അമ്പലത്തിൽ പോയി മറ്റു ഗുരുക്കന്മാരെ കൊണ്ടും ചെയ്യാൻ സാധ്യമാവില്ല. അപ്പൊ എങ്ങനെയാണ് എഴുത്തിനിരുത്തേണ്ടത്? അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ അച്ഛൻ എഴുത്തിനിരുത്താം. ഇല്ലെങ്കിൽ അച്ഛന്റെ അഭാവത്തിൽ പിതൃതുല്യരായവർക്ക് എഴുത്തിനിരുത്താം. ഇത് രണ്ടും സാധ്യമല്ലാത്തിടത്ത് അമ്മയ്ക്ക് കുട്ടിയെ എഴുത്തിനിരുത്താം. യാതൊരു വിരോധമില്ല. ആ എഴുത്തിനിരുത്തേണ്ട ചടങ്ങ് എന്ന് പറയുന്നത് കുട്ടി കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് കുട്ടിക്ക് വെള്ളം കൊടുത്ത് കൈ കഴുകിച്ച് തീർത്ഥം കുടിക്കാൻ കൊടുത്ത് വീണ്ടും കൈ കഴുകിച്ച് കുട്ടിക്ക് ചന്ദനം തൊടിയിച്ചു കൊടുത്ത് സ്വർണമെടുത്ത് സ്വർണം, തേൻ എന്നിവ ഒരുക്കി വയ്ക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തു വയ്ക്കണം. ഇത്രയും കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ പുഷ്പാർച്ചന കൊടുത്തിട്ട് പ്രാർത്ഥിപ്പിക്കണം. ഗുരു ഗണപതി സരസ്വതി, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഇനി വിശേഷമായി സരസ്വതിയുടെ പ്രാർത്ഥന ചെയ്തിട്ട് വേണം വിദ്യാരംഭം കുറിക്കാൻ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇത്രയും ചൊല്ലി പുഷ്പം അർച്ചന ചെയ്ത് സ്വർണമോതിരം എടുത്ത് തേനിൽ മുക്കി കുട്ടിയുടെ നാവിൽ അറിയുമെങ്കിൽ വാഗ്ദേവിയുടെ മന്ത്രം എഴുതണം. അതറിയാത്തവർ പ്രണവമന്ത്രം ഓം എന്ന് എഴുതണം. അതിനുശേഷം കുട്ടിയുടെ വലത്തുകൈയുടെ മോതിരവിരൽ കൊണ്ട് അരിയിൽ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഇത്രയും കഴിഞ്ഞാൽ അകാരം തൊട്ട് ക്ഷകാരം വരെയുള്ള അക്ഷരങ്ങൾ എഴുതിക്കണം. അത്രയും എഴുതി കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ പുഷ്പാക്ഷതം കൊടുത്ത് ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ എന്നു പ്രാർത്ഥന ചൊല്ലി ഗുരുവിളക്കിലേക്ക് അർച്ചന ചെയ്യിക്കുക. ഇത്രയും മതി ഈ കാലഘട്ടത്തിലെ വിദ്യാരംഭ ചടങ്ങ്. ഇത് വളരെ പുണ്യമാണ്. അപ്പോൾ ഗുരുക്കന്മാരല്ലേ ചെയ്യേണ്ടത്? എന്താണ് അച്ഛൻ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, മാതാ പിത ഗുരു, അച്ഛൻ നമ്മുടെ ഗുരുവാണ്. ഇനി അച്ഛന്റെ അഭാവത്തിൽ അമ്മയാണ് ചെയ്യിക്കുന്നുവെങ്കിൽ പരാശക്തിയുടെ പ്രതിരൂപമാണ്. നാസ്തി മാതൃസമം ദൈവം. അമ്മയ്ക്ക് എഴുത്തിനിരുത്താം. മറ്റു പിതൃതുല്യരായവർക്കും ഈ ക്രിയ ചെയ്യാം. അതിലൂടെ കുട്ടിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഉപാസനാ പദ്ധതികളിൽ ഇപ്പോൾ ഒരു മന്ത്രോപദേശമാണ്. വസ്തുതയ ഷോഡശ സംസ്കാരങ്ങളിൽ ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരങ്ങളുണ്ട്. അതില് ജാതകർമ്മവും നാമകരണവും അന്നപ്രാശനവും നിഷ്കരണവും ചൂടാകർമ്മം കഴിഞ്ഞാൽ പിന്നെയാണ് ഉപനയനം. ഉപനയനം കഴിഞ്ഞിട്ടാണ് വസ്തുതയ പണ്ട് വേദാരംഭം അഥവാ വിദ്യാരംഭം. ഇപ്പൊ വേദാരംഭത്തിന് അതിന്റെ സ്ഥാനമാണ് വസ്തുതയ വിദ്യാരംഭം. ഇതൊരു മന്ത്രോപദേശമാണ്. ആദ്യമായി കുട്ടിക്ക് നൽകുന്ന മന്ത്രോപദേശമാണ്. അകാരാദി ക്ഷകാരാന്തം മന്ത്രമാണ്. ദേവി അക്ഷരസ്വരൂപിണിയാണ്. പരാശക്തിയുടെ മന്ത്രങ്ങളിൽ വരുന്നത് തന്നെയാണ് ഈ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഈ അക്ഷരം വളരെ ശ്രദ്ധയോടെ ശുദ്ധമായി ഉച്ചരിച്ച് എഴുതിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ കൊണ്ട് ഉച്ചരിപ്പിച്ചുകൊണ്ട് ഈ എഴുത്തിനിരുത്തൽ ക്രിയ നിർവഹിക്കണം.
അപ്പൊ ഈ നവരാത്രി പുണ്യകാലത്ത് ദേവി ഉപാസന കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. മറ്റു ശാസ്ത്രങ്ങളിൽ പറയും, മോക്ഷപ്രാപ്തിക്കാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ഭൗതികമായ സുഖങ്ങൾ ഉണ്ടാവില്ല. ഭൗതികമായ സുഖമാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല. ശാസ്ത്രത്തിൽ പറയും, എത്രാസ്തി മോക്ഷോ നചത്ര ഭോഗ, എത്രാസ്തി ഭോഗോ നചത്ര മോക്ഷ. എവിടെ മോക്ഷമുണ്ടോ അവിടെ ഭോഗമില്ല, എവിടെ ഭോഗമുണ്ടോ അവിടെ മോക്ഷമില്ല. എന്നാൽ ഈ പരാശക്തി ദേവിയുടെ ഉപാസന കൊണ്ട് മഹത്തരമായ ഋഷീശ്വരൻ പറയുകയാണ്, ശ്രീ സുന്ദരീ സേവകതൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥേവ. ദേവി ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് ഐഹികവും ആമുഷ്മികവുമായ ഐശ്വര്യങ്ങൾ, ഭൗതികവും ആധ്യാത്മികമായ ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഇവിടെ വലിയൊരു മഹാമാരിയെ നേരിടുമ്പോൾ ഈ പരാശക്തി ഉപാസിക്കണം നമ്മൾ. കാരണം ഗുരുക്കന്മാർ പറയും, ആപത്തിക്കും കരണീയം. ആപത്ത് വന്നാൽ എന്താ ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുഗളം അമ്പായാഹ, അമ്മയുടെ ചരണങ്ങളെ പുൽകണം. ആ ദേവിയെ ഉപാസിക്കുവാനുള്ള മഹത്തായിരിക്കുന്ന പുണ്യകാലമാണ് ഈ നവരാത്രി ദിനങ്ങൾ. എല്ലാ ദിവസവും വ്രതശുദ്ധി ദേവി ഉപാസിക്കുക. ലളിതാ സഹസ്രനാമം പോലുള്ള ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക. ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുക. ഗ്രന്ഥപൂജയും ആയുധപൂജയും അതേപോലെ മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി സങ്കല്പത്തിലുള്ള പൂജകളും യാവർശക്തി സുഗ്രഹങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. അതിലൂടെ നമുക്ക് എല്ലാ പ്രകാരത്തിലുമുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഏറ്റവും നല്ലൊരു നാളെ പിറക്കാൻ വേണ്ടി മഹാമാരിയിൽ നിന്നും മോചനമുണ്ടാവാൻ ജഗദംബയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകത്തിന് നിന്നും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നവരാത്രി ഉപാസന സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.